വിൻസ് ഫാമിങ്ങിന്റെ എല്ലാ കാഴ്ചക്കാർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാറ്റാമ്പുറത്താണ്. ചുരുങ്ങിയ സമയം കൊണ്ട് തൻ്റെതായ വ്യക്തിമുദ്ര പതിച്ച അജോ ചേട്ടന്റെ പന്നി വളർത്തൽ ഫാമിലാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് അജോ ചേട്ടൻ. രാവിലെ തന്നെ വീട്ടിലുള്ള പന്നിക്കുട്ടന്മാരുടെ അടുത്തേക്കാണ് ഈ പോക്ക്. അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് 8 കിലോമീറ്റർ അപ്പുറത്തുള്ള അജോ ചേട്ടൻ്റെ വലിയ ഫാമിലേക്ക് എത്തുക. അങ്ങടെ എത്തണമെങ്കിൽ കുറച്ച് ഓഫ് റോഡൊക്കെ പോണട്ടാ. ഹായ്, ഞാൻ അജോ. വീട് തൃശ്ശൂർ ജില്ലയിൽ മാറ്റാമ്പുറത്താണ്. നമ്മൾ ഏകദേശം ഒരു 5 വർഷത്തോളമായി ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ട്. ഇതിന് മുമ്പ് നമ്മൾ പല പണികളും ചെയ്തിട്ടുണ്ട്. ലോഡിംഗ് വർക്ക് ഉണ്ടായിരുന്നു, യൂണിയൻ തൊഴിലാളിയായിരുന്നു. അതിനുശേഷം തൃശ്ശൂർ മാർക്കറ്റ് ടൗണിൽ ഓട്ടോ ഓടിച്ചു. പിന്നെ വേറൊരാളുടെ കൂടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ മേഖലയിലേക്ക് വന്നത്. തുടക്കം തന്നെ ഞാനൊരു 10 പന്നിയിലാണ് തുടങ്ങിയത്. 10 പന്നിയിൽ തുടങ്ങി അവിടുന്ന് ഒരു 400ഓളം പന്നി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഇപ്പോഴത്തെ പന്നിപ്പനി പല സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ വളരെ എണ്ണം കുറച്ചിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളായിട്ട് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DLG എന്ന് പറഞ്ഞൊരു ബ്രീഡാണ്. നമ്മൾ കേരളത്തിൽ കിട്ടുന്ന ബ്രീഡ് തന്നെയാണ്. കേരളത്തിൽ കിട്ടുന്നില്ല, കേരളത്തിന് പുറത്തുനിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് എല്ലാ വാക്സിനേഷനും കഴിച്ചിട്ടാണ് നമുക്ക് ആ കുട്ടികളെ കിട്ടുക. 70 ദിവസം പ്രായമായിട്ടുള്ള കുട്ടികളെയാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മളിവിടെ കൊണ്ടുവന്ന് നമുക്കൊരു 6 മാസം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം നമുക്ക് ഇതുവരെയുള്ളതനുസരിച്ച് നമുക്കൊരു 120 കിലോ വരെ വെയിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. 120 മേളിലേക്ക് വെയിറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ 6 മാസമാണ് നമ്മൾ മാക്സിമം നമ്മൾ നിർത്താറുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ബ്രീഡിംഗ് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്, ബ്രീഡിങ്ങും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ബ്രീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെയിൽ. ഇത് ഡൂറോ കനത്തിൽപ്പെട്ട മെയിലാണ്. നമുക്കിവിടെ ഉള്ളത് മറ്റ് ഫീമെയിലുള്ളതെല്ലാം ലാർജ് ലാൻഡ് റൈസാണ്. DLGയുടെ ബ്രീഡിൽപ്പെട്ട കനത്തിൽപ്പെട്ടതാണ് ഈ ഇതെല്ലാം നമ്മൾ ചെയ്യണത് ഇവിടെ. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് പരമാവധി നമുക്ക് ആവശ്യമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഒന്നുകൂടി പ്രോഫിറ്റ് ആകുന്ന ഒരു ഇത്. കാരണം കുട്ടികളെ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ അതിൻ്റെ അത്രയും ചിലവ് നമുക്ക് വരികയാണ്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് കുറേയൊക്കെ ഒരു പരിധി വരെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇവിടെ തന്നെ നമ്മൾ ഉത്പാദിപ്പിക്കും. ഫാമില് ഏകദേശം എത്ര എണ്ണത്തിന് വരെ വളർത്താൻ പറ്റും? നമുക്ക് ഇവിടെ ഒരു 400 എണ്ണത്തിന് ഇവിടെ നമുക്ക് വളർത്താവുന്ന ഇതുണ്ട്. അത്രയും ഞാൻ അവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചു, അത്രയും കുത്തി നിറച്ചിട്ടൊന്നും ചേട്ടൻ വളർത്തുന്നില്ല. ഇല്ല, അത്രയും സിമ്പിളായിട്ടാണ്, അവർക്ക് നല്ല ഫ്രീഡായിട്ടാണ് ഇട്ടിക്കുന്നത് തന്നെ. അതിന്റെ കാരണം ഇതാണ്, ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പന്നിപ്പനി, ആഫ്രിക്കൻ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ സാധാരണ പന്നിപ്പനിയാണെങ്കിൽ അതിന് വാക്സിനും മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ആഫ്രിക്കൻ പന്നിപ്പനിക്ക് ഇതുവരെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കത് വരിക എന്ന് പറഞ്ഞാൽ ബൈ ചാൻസ് നമുക്ക് ഇതിൽ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയൊരു ബാധ്യതയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കുറച്ച് എണ്ണം കുറച്ചിട്ട് ചെയ്യണത്. അതെ ചേട്ടാ, ഫാമിലിയിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? ഫാമിലിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% നമ്മുടെ ഒപ്പം നിൽക്കണ ഇതാണ്. കാരണം എനിക്ക് ഭാര്യ, 3 മക്കളാണ്. നമുക്കപ്പോ നമ്മുടെ അജോ ചേട്ടന്റെ ഫാമിലിയിൽ നിന്ന് പരിചയപ്പെട്ടാലോ? അജോ ചേട്ടാ, ഇത് എന്റെ മക്കള്, ഇത് മൂത്ത മോൻ, ഇത് 2ാമത്തെ മോൻ, ഇത് എന്റെ ഭാര്യ, ഇത് എന്റെ മോള് നേട്ടിലേക്ക്. എനിക്ക് എന്താണ് പറയാനുള്ളത് അജോ ചേട്ടന്റെ ഫാമിംഗ് രീതികളെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ? ഞങ്ങള് ഈ ഫാം തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. ഞങ്ങള് എല്ലാരും കൂടെ, മക്കളും ചേട്ടായി മോളും എല്ലാരും കൂടെ ഈ പണികളൊക്കെ ചെയ്യുന്നു. ഞങ്ങളെല്ലാത്തിനും സപ്പോർട്ടാണ്. നമ്മുടെ ഇടവും വലവും നിൽക്കുന്നത്, നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മൂത്ത മോൻ അലൻ, ഇത് 2ാമത്തെ മോൻ അജിത്ത്. എൻ്റെ പേര് അലൻ. ഞാനിപ്പോൾ ബികോം CMA ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പഠിപ്പിന്റെ കൂടെ തന്നെയാണ് നമ്മൾ ഫാമിംഗ് മേഖലയിൽ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് രാവിലെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് ടൗണിലോട്ട് ഇറങ്ങും. ഹോട്ടലിലേക്ക് പന്നിക്ക് വേണ്ടിയുള്ള തീറ്റകൾ എടുക്കാം, കളക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങും. ഞാനും അനിയനും കൂടെയാണ് പോകാറ്. പിന്നെ വേറെ ഫ്രണ്ട്സുകളും ഉണ്ട്. ഫ്രണ്ട്സ് നമ്മളെ സഹായിക്കാൻ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ നമുക്കിനി അനിയനെ പരിചയപ്പെടാട്ടാ. അനിയനൊന്നും പറയോ? പേര് അജിത് എന്നാണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കുകയാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ എക്സാം വരുന്നതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് യൂസ് ചെയ്യാം സമയമുണ്ട്. അപ്പോൾ എനിക്ക് എക്സാം എഴുതാൻ മാത്രം പോയാൽ മതി. രാവിലെ ഈ പരിപാടി കഴിഞ്ഞ് അപ്പനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം 2 ആൾക്കും ഒരു 22-23 വയസ്സിന്റെ ഇടയിലല്ലേ ഉണ്ടാവുള്ളൂ? അത്രേ ഉള്ളൂ. ഒരാള് 22 വയസ്സും ഒരാള് 20 വയസ്സിലേക്ക് എത്തുന്നു. ഇപ്പോഴത്തെ പിള്ളേരിൽ കണ്ടുവരാത്തൊരു കാര്യം തന്നെയാണ് നമ്മൾ. അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു വിജയം. ഈ മേഖലയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാർ പിള്ളേര് ഈ ഒരു മേഖലയിലേക്ക്, പ്രത്യേകിച്ച് പന്നി കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വളരെ അപൂർവമാണ്. അപ്പോൾ ഇവരെ ശരിക്കും ഞാൻ എന്താ പറയാ, ഞാൻ ഇവരെയാണ് മാതൃകയാക്കണത് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഞാൻ ഇവരുടെ അപ്പനാണെങ്കിൽ കൂടി ഇവര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ 100% ഈ മേഖലയിൽ പിടിച്ച് വിജയിച്ച് ഭാവി നമ്മുടെ ഈ ഫാമും തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് രണ്ടുപേരിലാണ്. തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നതിൽ 100% ഇവരുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകാനുള്ള. 2 സ്ഥലത്ത് മെയിൻറ്റെയിൻ ഫാം ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഒരു ബ്രീഡിംഗ് ഫാമും ഇതൊരു ഫാറ്റനിങ് ഫാമിലാണ് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ ആണ് നോക്കുന്നത് ബ്രീഡിംഗ് ഫാമിൽ മുഴുവൻ. അപ്പൊ നമുക്ക് ഇതിനുള്ള ഫുഡ് നമ്മൾ കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ടൗണിലെ ഹോട്ടലുകളിൽ നിന്നാണ്. ഹോട്ടലുകളിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ മിച്ചം വരുന്ന ഭക്ഷണമാണ് നമ്മൾ ഇവർക്ക് തീറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഫാമും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചേട്ടൻ 5 കൊല്ലമായി എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ചേട്ടൻ്റെ ഫാമിംഗ് രീതികളൊന്നും ഞങ്ങൾക്ക് പറഞ്ഞത്? ഫാമിംഗ് രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ വന്നാൽ ഫാമിലേക്ക് വരുന്നത് വന്നു ആ വണ്ടി അണുമുക്തമാക്കി. അതായത് മെയിനായിട്ട് നമ്മൾ ടയറിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ അണുബാധ ഉണ്ടാവുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിലും പോയി വരുന്ന ആ വണ്ടിയുടെ ടയർ അണുമുക്തമാക്കിയിട്ട് നമ്മൾ ഫാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഇത് പാത്രങ്ങൾ തന്നെ ഇറക്കുള്ളൂ, വണ്ടിയിൽ നിന്ന് ഇറക്കുള്ളൂ. അതിറക്കി നമ്മൾ അവർക്കുള്ള ഭക്ഷണം, ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രമേ കൂട്ടിലിട്ട് കൊടുക്കുള്ളൂ. 10 എണ്ണത്തിന് ഒരു ക്യാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഭക്ഷണം കൂട്ടിൽ കൊടുത്തു അവരത് ഒരു 2 മണിക്കൂറിനുള്ളിൽ അത് കഴിച്ച് അവസാനിപ്പിച്ചു. അത് ഞാൻ വളരെ കുറച്ച് മാത്രമാണ് അതിൽ വേസ്റ്റ് ആയിട്ട് എന്ന് പറയാനായിട്ട് ഉണ്ടാവുള്ളൂ. ഞാൻ വന്നപ്പോ തന്നെ ശ്രദ്ധിച്ചു, മറ്റുള്ള ഫാമുകളിലെ പോലെ ഒരു സ്മെല്ല കാര്യങ്ങളൊന്നും നമ്മുടെ ഉണ്ടാവില്ല. കാരണം നമ്മള് ഇവിടെ എന്നെ സഹായിക്കാനായിട്ട് ഇവിടെ ഒഡീഷ സ്വദേശികളുണ്ട്. അവർക്ക് കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഫാമും പരിസരവും വൃത്തിയാക്കി ഇടുക. മറ്റ് യാതൊരു ഇതും അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവർക്ക് ഇവിടുന്ന് ഇതിനകത്തുനിന്ന് പുറത്തു പോകേണ്ട ഇതില്ല. പലരും ഇവിടെ മിച്ച ഭക്ഷണം കളക്ട് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യണില്ല. ഞാൻ എന്റെ മക്കളെ അവരെന്നെ സഹായിക്കുന്നതുകൊണ്ട് ഞാൻ ഇവരെ ഇവിടെ ഫ്രീ ആക്കിയിട്ട് ഇവിടുത്തെ ഫാമും പരിസരവും വൃത്തിയാക്കി കൈകാര്യം ചെയ്ത് കൊണ്ടു നടക്കാന്നുള്ളതാണ് ഇവരുടെ ഉത്തരവാദിത്വം. അതാണ് ഇവരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട്. നമ്മുടെ ഫാമും പരിസരം എപ്പോഴും ഇവിടെ ആണെങ്കിലും എന്റെ വീടിനോട് ചേർന്നുള്ള ബ്രീഡിംഗ് ഫാമിലാണെങ്കിലും ഫാമും പരിസരവും വൃത്തിയായിരിക്കണം. എനിക്ക് നിർബന്ധമാണ്. മാത്രം ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനവും നമ്മൾ ഫാമിലിക്ക് കൊണ്ടുവരുന്നില്ല. പ്ലാസ്റ്റിക്കോ മറ്റു ചപ്പ് ചവറുകളോ ഈ പരിസരത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് കുഴപ്പം നോക്കിയാൽ അത് ശരിയാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ നന്നായി ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ചേട്ടാ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചു, ഷീറ്റാണ് ഇട്ടിരിക്കണം നമ്മുടെ മുകളിൽ. ഇതിലിപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതുകൊണ്ട് എങ്ങനെയാണ് ചേട്ടത്? അതായത് നമ്മൾ ഒരു ഫാമിന്റെ ഇതിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷൻ സാഹചര്യത്തിൽ നോർമൽ ഒരു കുട്ടിക്ക് കിട്ടാനായിട്ട് 6,000-6,500 രൂപ വില വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കൂടിന് വേണ്ടി വലിയൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ അല്ല. കാരണം നമ്മൾ വലിയ കാശൊക്കെ ചെലവാക്കി കൂടൊക്കെ പണിത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു വരുമാനം നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് മിനിമം 6 മുതൽ 8 മാസം വരെ സമയം എടുക്കും. അപ്പൊ ആ വരുമാനം കിട്ടുന്നത് വരെ നമ്മുടെ ചെലവ് വരും. അത് നമുക്ക് താരതമ്യം ചെയ്ത് പോകണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വരുമാനത്തിനനുസരിച്ച് നമ്മൾ ഇതിന്റെ കൂടിന്റെ ആ സ്ട്രക്ചർ നമ്മൾ ചെയ്തിട്ടു ബാലൻസ് ബാക്കിയുള്ളത് നമുക്ക് വരുമാനത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു വരുന്നു എന്ന് മാത്രം. അങ്ങനെ അതാണ് കുറച്ച് ഭാഗം ടിൻ ഷീറ്റും ബാക്കി ടാർപ്പായി ഷീറ്റും അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് പണിക്കാരുടെ ചിലവുണ്ട്, ഡീസലുണ്ട്. നമ്മൾ മറ്റുള്ള ഈ പറഞ്ഞ പോലെയുള്ള മറ്റ് വരുമാന സ്രോതസ് എന്ന് പറഞ്ഞ പന്നിന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് നമ്മളത് കുറേശ്ശെ നമ്മൾ ചെയ്തു പോരുന്നത്. നമുക്ക് ശരിക്കും പന്നി ഫാം ഒരു ലാഭകരമാണോ? അതേപോലെ ഇതെങ്ങനെയാണ് നമുക്ക് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? പന്നി ഫാം ലാഭകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പ്രവർത്തിക്കുന്ന പോലെ ഇരിക്കും. സംഭവം നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ലാഭകരം തന്നെയാണ്. അതില് നമ്മൾ കുറച്ച് പന്നീനെ ഇറക്കിയിട്ടു വെറുതെ കുറെ ഫുഡ് വേസ്റ്റ് കൊണ്ടൊന്ന് മറച്ചു എന്ന് പറഞ്ഞിട്ട് പന്നി ലാഭകരാവില്ല. അത് കറക്റ്റായിട്ട് അതിനെ പരിപാലിച്ച് പോകാനായിട്ട് 4 പണിക്കാരെ വെച്ച് നമ്മള് ഇങ്ങനെ ചെയ്തുകൊണ്ടൊന്നും മാത്രം നിന്നിട്ട് കാര്യമില്ല. അതിനൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് ഈ മേഖല ലാഭകരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. നമ്മുടെ ഇപ്പൊ ഇവിടെ ഫാമിലി ഒരു ഒഡീഷ ഫാമിലിയാണ് നിൽക്കുന്നത്. അവര് മാത്രമേ അവിടെ നമ്മുടെ ചേട്ടനെയാണ് മെയിനായിട്ട് ഇവിടെ ഇറക്കാനും കാര്യങ്ങൾക്കൊക്കെ കൂടി നമ്മുടെ ഫാമിലി സഹായിക്കണത്. വേറെ അങ്ങനെ അധികം അതാണ് മിക്ക ആൾക്കാർക്കും ഫാമുകളിൽ പറ്റുന്നത്. അവർ മുതലാളിയായിട്ട് മാത്രം നിന്നിട്ട് അവരവരെ കാര്യം നോക്കി പോകുന്നു, പണിക്കാർ അവിടെ നിന്ന് വരയ്ക്കുന്നു. അവർക്കാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അവിടെ വരുന്നത്. അതില് ഇത് അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. എൻ്റെ കൂടെ സഹായിക്കാനായിട്ട് എന്നോടൊപ്പം എൻ്റെ കുടുംബം ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു
ഭാഗത്തെ ചെലവ് നമുക്ക് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഷെഡും മറ്റു കാര്യങ്ങളുമായിട്ട് വരുന്ന അധിക ചെലവ് അത് സംഭവം വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ കൂടി നമുക്ക് വരുമാനത്തിനനുസരിച്ച് നമുക്കത് ചെയ്തു പോകുന്നതായിരിക്കും എപ്പോഴും ലാഭകരമാവാൻ പറ്റും. അതുപോലെ ഇല്ലേ ചേട്ടാ, ഞാൻ മെയിനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എല്ലാവരും ഇതിപ്പോൾ കേൾക്കാൻ വേണ്ടിയിരിക്കണായിരിക്കും. ഈ മേഖലയിൽ ഇപ്പോൾ ഉള്ളവരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? അതേപോലെ തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഓരോ ജോലി മേഖലകളിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രഷറും കാര്യങ്ങളും, തന്നെ ഒരു ഫാമിംഗ് മേഖല, അതേപോലെ ഗൾഫിലുള്ളവർക്കൊക്കെ നമുക്ക് നാട്ടിൽ വന്ന് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ അങ്ങനെ കുറേ ഒരു ഭൂരിഭാഗം പേരുണ്ടാവും എന്ന് വിചാരിക്കാം. അവരോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അതായത് ഈ മേഖലയിലേക്ക് വരുന്നവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചെയ്യാനാണെങ്കിൽ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു മേഖലയാണ്. ഒന്ന് നമുക്ക് ഒരു കാരണം എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ള തീറ്റ നമുക്ക് ഈ ഹോട്ടലുകളിലും മറ്റ് കല്യാണ ഓഡിറ്റോറിയങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും വരുന്ന മിച്ച ഭക്ഷണം നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒപ്പം വരുന്ന പ്ലാസ്റ്റിക് മാലിന്യം, മറ്റു മാലിന്യങ്ങൾ ശേഖരിക്കാണ്ടിരിക്കുക. അത് ഫാമും പരിസരവും വൃത്തികേടായിരിക്കും. രണ്ട് അധികാരികളുടെ മുമ്പിൽ എന്നും നമ്മൾ തെറ്റുകാരായിരിക്കും. അവർ വന്ന് കാണുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അതിന് ഏറ്റവും അധികം അവർ ചാർജ് ചെയ്യും. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഇതിൽ പണിയെടുക്കാൻ തയ്യാറാവണം. 100% ഇതിൽ ആത്മാർത്ഥത കാണിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിന് റിട്ടേൺ കിട്ടുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള സമയമാണ് ഈ പറഞ്ഞ പോലെ അസുഖങ്ങളുടെ കാര്യങ്ങളിൽ. അത് നമ്മൾ കൃത്യമായിട്ട് ജൈവ സുരക്ഷ പാലിച്ചു പോയാൽ മാത്രമാണ് ഫാം പരിസരം വൃത്തിയാക്കിയിടുക. പിന്നെ ബ്ലീച്ചിങ് പൗഡർ അതൊന്ന് സ്പ്രേ ചെയ്യുക. അതുപോലെ നമ്മുടെ കുമ്മായം കൂടും ചുറ്റും ഇതാക്കുക. അങ്ങനെയുള്ള അണുനശീകരണ രീതികൾ കൂടി കൈകാര്യം ചെയ്ത് പോയാൽ മാത്രമാണ് ഇതിൽ അസുഖങ്ങൾ ബാധിക്കാണ്ടിരിക്കുള്ളൂ. പിന്നെ ഒരു പുതുതായിട്ട് വരുന്നവരോടും ഒന്ന് പറയാനുള്ളൂ, പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ മേഖലയിലേക്ക് വന്നാൽ മതി. അതേപോലെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ വൈറ്റ് കോളർ ജോബ് എന്ന് പറഞ്ഞ നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നല്ല ഇതിലൊക്കെ പോകാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഉള്ളില് പണിയെടുക്കുമ്പോൾ ചിലപ്പോൾ മേത്തേക്കൊക്കെ തെറിക്കും. കൂട് കഴുകണം, വൃത്തിയാക്കണം, തീറ്റ കൊടുക്കണം. അപ്പൊ ചിലപ്പോൾ മേത്തേക്കൊക്കെ ആവും. അതിൽ അങ്ങനെയുള്ള മടിയുള്ളവരും ഈ മേഖലയിലേക്ക് വരാണ്ടിരിക്കായിരിക്കും ഏറ്റവും നല്ലത്. ചേട്ടാ, അതേപോലെ എങ്ങനെയാണ് നമ്മളിവിടെ വേസ്റ്റ് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതൊന്നും കൂടി പറയൂ. വേസ്റ്റ് വരുന്നത് ഇപ്പൊ നമ്മള് ഇപ്പൊ പന്നിക്ക് ഭക്ഷണം കൊടുത്തു, അത് കഴിഞ്ഞാൽ അവരുടെ വരുന്ന വിസർജ്യവും മറ്റു കാര്യങ്ങളും നമ്മൾ ഇവിടെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. നമുക്ക് ഇവിടെ 3 പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് പ്ലാന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തൊഴിലാളികൾക്ക് ആവശ്യത്തിനുള്ള ഗ്യാസ് ഫുൾ ടൈം ഓണാക്കിയിട്ടേക്കാണ്. അവര് 24 മണിക്കൂർ ഗ്യാസ് കത്തിച്ചിട്ടേക്കാണ്. അത് ആ ഇതിലൂടെ വന്ന് 3 പ്ലാന്റ് കടന്നു വന്ന് ലാസ്റ്റ് വരുന്നതിലേക്ക് വെള്ളം മാത്രമായിരിക്കും വരുന്നത്. ഈ ഇവിടെ 3 ബിറ്റും ഉണ്ട്. ആ ബിറ്റിൽ വന്ന് അതിൽ നിന്നാണ് പ്ലാന്റിലേക്ക് അങ്ങനെ വരുന്നത്. ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് വെള്ളം മാത്രമായിരിക്കും വരുന്നത്. അത് നമുക്ക് ഇവിടെ കൃഷിക്ക് നനയ്ക്കാനൊക്കെ. ഞാൻ ഒരു പന്നി കർഷകനാണെന്ന് പറയാനായിട്ട് എനിക്ക് അഭിമാനമുള്ളൂ. കാരണം ഞാൻ ഈ പന്നി കർഷകരുടെ സംഘടനയുടെ PFA എന്ന് പറയുന്ന സംഘടനയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. എനിക്ക് ഈ ഒരു അവസ്ഥയില് അധികാരികളോട് പറയാനുള്ളത് എന്താണെങ്കിൽ, നമ്മുടെ ഈ പന്നി മേഖല, ഞാനൊരു പന്നി കർഷകനാണെന്ന് പറയുമ്പോൾ ഈ പന്നി കൃഷി ഒരിക്കലും കാർഷിക മേഖലയായിട്ട് ഉൾക്കൊണ്ടിട്ടില്ല ഇതുവരെ. വ്യവസായ മേഖല വ്യവസായ വകുപ്പിന് കീഴിലാണ് വരുന്നത്. അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ കാർഷിക വകുപ്പിന് കീഴിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളും നമുക്ക് കിട്ടും. ഈ നേരെ മറിച്ച് ഇപ്പൊ വ്യവസായ വകുപ്പിന് കീഴിലാണെങ്കിൽ കൂടി നമുക്ക് ഒരു ആനുകൂല്യം, വ്യവസായ വകുപ്പിന്റെ ഒരു ആനുകൂല്യം നമുക്ക് കർഷകർക്ക് ലഭിക്കണില്ല. ഇന്ന് കേരളത്തില് 1200-ലധികം പന്നി കർഷകർ പണിയെടുക്കാനായിട്ട് ഏത് മേഖലയിലായാലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അധ്വാനമുണ്ട്. ഇതിൽ അധ്വാനമുണ്ട്. അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ രക്ഷപ്പെടാന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ അതിന് ചേട്ടനിപ്പോ ഫാമിലി ജീവിച്ച് സാറ്റിസ്ഫൈഡ് ആണ് ഈ കാര്യത്തില്. നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ പല പണികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗുജറാത്തിലുണ്ടായിരുന്നു. അതിന് കേരളത്തിൽ നിന്ന് പോയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ വന്നിട്ട് പല തൊഴിലുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലുപരിയൊക്കെ ഞാനിപ്പോ എന്റെ കുടുംബം അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ ജീവിച്ചു, മാന്യമായ രീതിയിൽ ജീവിച്ചു പോണത് ഇതിന്റെ ഈ ഒരു വരുമാനത്തിൽ നിന്ന് മാത്രം. 4 മാസമല്ലോ. താപ്പറെ सर देता है, अच्छा से देता है, अच्छा से काम करता है, इसलिए अच्छा काम करता है. फैमिली आता है, फैमिली हम 4 महीना हो गया रहने के लिए, 4 महीने हुआ, इसलिए हम क्लीनिंग करता है, सब करता है ना अच्छा से. ചേട്ടാ, പുതിയതായിട്ട് നമ്മുടെ ഫാമിംഗ് മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അജോന്റെ നമ്പർ ഒന്ന് ഞാൻ കൊടുത്തോട്ടെ? തീർച്ചയായിട്ടും കൊടുക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ഫാമൊക്കെ ഒന്ന് വന്ന് കണ്ട് എങ്ങനെയാണ് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അജോന്റെ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലൊന്നും എനിക്കറിയാവുന്ന കാര്യങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട്
തയ്യാറാണ്. ഇത്ര നേരം എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതേപോലത്തെ വ്യത്യസ്തമായ കർഷകരെയും കൊണ്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കും.